എല്ലാ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളും ഞാൻ കൈമാറിയിട്ടുണ്ട്. അല്ല, അതായത് അത് പോലീസിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. പോലീസിന് ഇതിനെ സംബന്ധിച്ചിട്ട് എനിക്കറിയാവുന്ന ഇനി പോലീസിനോട് പറയാനുള്ള ഒരു കാര്യങ്ങളും ഇല്ല. അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആവശ്യത്തിനുള്ള എൻ്റെ കയ്യിലുണ്ടായിരുന്ന തെളിവുകളും ഞാൻ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അത് പോലീസിന് അതിൻ്റെതായ ഒരു രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കേണ്ട ഫയലുകളായ കാരണം അത് ആ രീതിയിലായിരിക്കും അവരത് കൈകാര്യം ചെയ്യുക. അല്ല, കള്ളപ്പണങ്ങൾ ഇപ്പം ഞാൻ കൊടുത്തത് ഇവിടെ വന്നിട്ടുള്ള ഓഫീസിൽ വന്നിട്ടുള്ള ഏറ്റവും ഗൗരവപരമായ ഒരു സംഭവമാണല്ലോ ഈ രാജ്യദ്രോഹ കുറ്റമായിട്ടുള്ള ഈ കള്ളപ്പണ ഇടപാട്. ആ കള്ളപ്പണ ഇടപാടുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പോലീസിന് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിന് എനിക്ക് അതിനോടനുബന്ധിച്ചിട്ട് എന്തെല്ലാം രേഖകൾ ഹാജരാക്കാൻ പറ്റും ആ രേഖകളും ഞാൻ പോലീസിന് കൈമാറിയിട്ടുണ്ട്. വിശദമായിട്ട് ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ഇത്രയും നേരം ഞാൻ വിശദമായിട്ട് പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. അല്ല, ഈ പണം എന്ത് ചെയ്തു, ഏതെല്ലാം രീതിയിൽ കൈകാര്യം ചെയ്തു എന്നുള്ള എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്തായാലും നിങ്ങളെന്നെ വിശദമായിട്ട് ഞാൻ നാളെ നിങ്ങളെന്നെ കാണുന്നുണ്ട്. ഇന്ന് എനിക്ക് ഒരു 2 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു പരിപാടി ഉണ്ട്, അതിന് വേണ്ടി ഞാൻ പോവാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ ഞാൻ നാളെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയാം. അല്ല, പോലീസ് ചോദിച്ച കാര്യങ്ങൾ ഇതാണ്. ഈ കുഴൽപ്പണം ഉള്ള സംഭവമാണല്ലോ, അതിനെ കുറിച്ചിട്ട് എന്താണ് ജില്ലാ ഓഫീസ് സെക്രട്ടറി ആയ താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചോദിച്ചു. അതിനെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് എൻ്റെ കണ്ണിൽ കണ്ട കാര്യങ്ങളല്ല ഞാൻ വിശദമായിട്ട് പോലീസിന് പറഞ്ഞു. CCTVയുടെ കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കാര്യങ്ങൾ നേരത്തെ സതീശ് പറഞ്ഞല്ലോ, സുരേന്ദ്രൻ ഉൾപ്പെടെ നിങ്ങൾ തലമാരെ പരിചയപ്പെടുത്തി എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. CCTVയുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇനി പോലീസ് എന്നെ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും അവർക്ക് എന്ത് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ പൂർണ്ണമായിട്ട് പോലീസിനോട് സഹകരിക്കും. ഇപ്പൊ പറഞ്ഞിട്ടില്ല, ഇനി വരണമെങ്കിൽ ഞാൻ പറയും. അത് കഴിയുന്നത് പോലീസ് തീരുമാനിക്കട്ടെ. എന്റെ കയ്യിലുള്ള തെളിവ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇനി പോലീസ് തീരുമാനിക്കും. ഓക്കെ, നാളെ കാണാം. കുഴൽപ്പണ കേസിന്റെ തുടരന്വേഷണത്തിന് തുടക്കമായിരിക്കുകയാണ്. BJP മുൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിനുശേഷമുള്ള തിരൂർ സതീഷിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. തന്റെ കൈവശമുള്ള തെളിവുകൾ, രഹസ്യരേഖകൾ ഇതെല്ലാം പോലീസിന് കൈമാറിയിട്ടുണ്ട്. വിശദമായി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ പോലീസ് തീരുമാനിക്കട്ടെ എന്നാണ് തിരൂർ സതീഷ് വ്യക്തമാക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് 24-ലൂടെ പുറത്തു വന്ന വലിയ രാഷ്ട്രീയ വിവാദം, അതിനുശേഷം തുടരന്വേഷണത്തിന് കളമൊരുങ്ങുന്ന സാഹചര്യം. ഇപ്പോഴാ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, തൻ്റെ കൈവശമുള്ള എല്ലാ വിവരങ്ങളും കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു തിരൂർ സതീഷ്. എന്താണ് അദ്ദേഹം പ്രതികരിക്കുന്നത്? ഇനി പോലീസ് നീക്കം എങ്ങനെയായിരിക്കും സൂരജ്? TK, ഇത് സംബന്ധിച്ച് നിർണായക രേഖകൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് തിരൂർ സതീഷ് ഇപ്പോഴും നമ്മളോട് ആവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരൂർ സതീഷുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 24-ലൂടെ നടത്തിയ വെളിപ്പെടുത്തലിനപ്പുറം അത് സാധൂകരിക്കുന്ന ചില തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട്. അന്വേഷണ സംഘം മൊഴിയെടുക്കുന്ന സമയത്ത് അന്വേഷണ സംഘത്തിന് അത് കൈമാറും എന്നുള്ളതായിരുന്നു അന്ന് അദ്ദേഹം ആവർത്തിച്ചത്. ഇന്ന് മൊഴിയെടുക്കൽ പൂർത്തിയായതിനു ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട സമയത്ത് അദ്ദേഹം വ്യക്തമാക്കുന്നത് അത് തന്നെയാണ്. നിർണായകമായ ചില രേഖകൾ തൻ്റെ കൈവശമുണ്ടായിരുന്നു. ആ കൈവശമുണ്ടായിരുന്ന രേഖകളടക്കം പോലീസിന് കൈമാറിയിട്ടുണ്ട്.